ഹായ് എവരിവൺ, എല്ലാവർക്കും എജുബിറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാറ്ററ്റ് മലയാളത്തിലെ ഒരു കഴിഞ്ഞ 2025 ജൂണിൽ നടന്ന കാറ്ററ്റ് പരീക്ഷാ പേപ്പർ അവലോകനം ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സാണിത്. നമുക്കറിയാം, നമ്മൾ കുറേ ക്ലാസ്സുകൾ ഇതിനു മുമ്പ് മലയാളത്തിലെ ഓരോ സബ്ജക്റ്റ് വെച്ചിട്ട് കൊണ്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഒരു അടുത്ത പടി എന്നോണം നമ്മളിനി ചോദ്യപേപ്പറുകളുടെ ഡിസ്കഷനിലേക്ക് കടക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ മത്സര പരീക്ഷകൾക്ക് പഠിക്കുമ്പോൾ വളരെ പ്രാധാന്യം നൽകേണ്ട ഒരു ഏരിയയാണ് ചോദ്യപേപ്പർ PYQ ഡിസ്കഷൻ എന്നുള്ളത്. കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു പോകുന്നു, അതിൻ്റെ ചോദ്യപേപ്പറുകളിലാണ് അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കൂടുതൽ PYQ ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. അത് നമ്മൾക്ക് കൂടുതൽ കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ച് കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ ആമുഖമായിട്ട് മനസ്സിലാക്കാം. ഞാൻ നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമ്മൾ എടുത്തിരിക്കുന്നത് 2025 ജൂണിലെ ചോദ്യപേപ്പറാണ്. കാറ്റഗറി 1 വന്ന മലയാളത്തിൻ്റെ ചോദ്യപേപ്പറാണ് എടുത്തിരിക്കുന്നത്. ആ ചോദ്യപേപ്പർ നമുക്ക് ഡിസ്കഷൻ ചെയ്യുന്നതിലൂടെ ഏതൊക്കെ ഏരിയകളിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ ഒരു ചോദ്യപേപ്പറുകളിൽ അതിൻ്റെ ഒരു രൂപം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ഇനിയും നമ്മൾ നോക്കാത്ത ഏരിയകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് കൂടിയുള്ള ഒരു പ്രവേശനമാണ് ഈ ഒരു ചോദ്യപേപ്പർ. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും പരമാവധി നിങ്ങളിപ്പോൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ PYQ മുൻവർഷ ചോദ്യപേപ്പറുകൾ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി സമയം നിങ്ങൾ കണ്ടെത്തണം. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ പകുതി ശതമാനം, നമ്മൾ 100 നമ്മൾ തിരിക്കുകയാണെങ്കിൽ ഒരു 50% നിങ്ങൾ PYQന് വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതുണ്ട്. ബാക്കി 50% നമ്മൾ സിലബസ് പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ പരമാവധി ചോദ്യപേപ്പറുകൾ ചെയ്ത് പഠിക്കാം. നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം: സംഗീതപരമായ ബുദ്ധിവികാസവുമായി ബന്ധപ്പെട്ട് പരിഗണിക്കാവുന്ന പ്രവർത്തനം ഏതാണ്? സംഗീതപരമായ ബുദ്ധിവികാസവുമായി ബന്ധപ്പെട്ട് പരിഗണിക്കാവുന്ന പ്രവർത്തനം ഏതാണ്? ഓപ്ഷൻ എ പോസ്റ്റർ തയ്യാറാക്കൽ, ഓപ്ഷൻ ബി കവിതകൾക്ക് ഈണം കണ്ടെത്തൽ എന്നാണ് കേട്ടോ, കവിതകൾക്ക് ഈണം കണ്ടെത്തൽ. അതുപോലെ തന്നെ ഓപ്ഷൻ സി നാടകരചനയും അവതരണവും, അതുപോലെ സംവാദങ്ങളിൽ, ഓപ്ഷൻ ഡി സംവാദങ്ങളിൽ ഏർപ്പെടൽ. ഇതാണെന്ത് നമുക്ക് നൽകിയിട്ടുള്ള ഓപ്ഷനുകൾ. കവിതകൾക്ക് ഓപ്ഷൻ ബി കവിതകൾക്ക് ഈണം കണ്ടെത്തൽ എന്നാണ് കേട്ടോ. അവിടെ ഒരു ഈണം ഉണ്ട്, ഈണം കണ്ടെത്തൽ അല്ലെങ്കിൽ താളം കണ്ടെത്തൽ, എന്തും പറ്റും, താളം കണ്ടെത്തൽ. ഇനി ഓപ്ഷൻ സി നാടകരചനയും അവതരണവും, ഓപ്ഷൻ ഡി സംവാദങ്ങളിൽ ഏർപ്പെടൽ. വളരെ എളുപ്പമുള്ള ചോദ്യമാണ് അല്ലേ? നമ്മൾ നോക്കൂ, സംഗീതപരമായ ബുദ്ധിവികാസവുമായി ബന്ധപ്പെട്ട് ഇതിലേതാണ് സംഗീതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്? പോസ്റ്റർ സംഗീതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു രൂപമാണോ? അല്ല. കവിത, അതെ, കവിത എന്നുള്ളത് എന്താണ്? സംഗീതവുമായില്ലേ, താളവും ഈണവുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു സാഹിത്യ രൂപമാണ്. നാടകരചനയും അവതരണവും, രചനയിൽ എന്തില്ല, സംഗീതം വളരെ പ്രധാനമായിട്ട് വരുന്നില്ല. സംഗീതം പ്രധാനമായിട്ട് വരുന്നില്ല. നിങ്ങൾ നോക്കൂ, കവിതകൾക്ക് ഈണം കണ്ടെത്തൽ, ഈ താളം കണ്ടെത്തൽ എന്ന് പറയുമ്പോൾ എന്താണ്? സംഗീതപരമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ആലോചിക്കാനൊന്നുമില്ല. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി കവിതകൾക്ക് ഈണം കണ്ടെത്തൽ എന്നുള്ള ആൻസറാണ് എന്ത് ചെയ്യുക, ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ. അപ്പം മറന്നു പോകരുത്. വളരെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ കിട്ടാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. കണ്ടോ, ആൻസർ ഏതാണ്? കവിതകൾക്ക് ഈണം കണ്ടെത്തൽ എന്നുള്ള ആൻസറാണ് ഇവിടെ ശരിയായ ആൻസർ കേട്ടോ. ക്ലിയർ ആണല്ലോ, വളരെ എളുപ്പമാണല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നോക്കൂ, രണ്ടാമത്തെ ചോദ്യം: ഭാഷയെ വാചിക ചേഷ്ടയുമായി ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഭാഷയെ വാചിക ചേഷ്ട, വെർബൽ ബിഹേവിയർ എന്ന് ഭാഷയെ വിശേഷിപ്പിച്ചത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ പെഡഗോജി എന്നാണ് കേട്ടോ ഈ ചോദ്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. നോക്കൂ, ഓപ്ഷൻ എ ജീൻ പിയാഷെ, ഓപ്ഷൻ ബി വൈഗോട്സ്കി, ഓപ്ഷൻ സി BF സ്കിന്നർ, ഓപ്ഷൻ ഡി ബെഞ്ചമിൻ ബ്ലൂ. ഇതൊക്കെ നമ്മൾ പരിചയമല്ലേ, പെഡഗോജി പഠിക്കുമ്പോൾ നമുക്ക് പരിചിതമായിട്ടുള്ള ആളുകളാണ് അല്ലേ, അതിലെ ചിന്തകരാണ് ഈ 4 പേരും. ഈ 4 പേരിൽ ആരാണ് ഭാഷയെ വാചിക ചേഷ്ട, വെർബൽ ബിഹേവിയർ എന്ന് വിശേഷിപ്പിച്ചതെന്നാണ് ചോദ്യം. നമുക്കറിയാം, പെഡഗോജി പഠിച്ചതാണ്, അതുകൊണ്ട് നമുക്കറിയാം ഇതിലേതാണ് ആൻസർ. ജിയാൻ പിയാഷെ ആണോ? ജിയാൻ പിയാഷെ അല്ലേ? ജിയാൻ പിയാഷെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ജിയാഷെ പറഞ്ഞത്. അതിൽ നമ്മൾ പഠിച്ചതാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്,
അതുപോലെ തന്നെ ഓപ്പറേഷണൽ കോൺക്രീറ്റ് സ്റ്റേജ്, ഫോർമൽ സ്റ്റേജ്, ഇങ്ങനെ 4 സ്റ്റേജുകൾ എന്ത് ചെയ്തതാണ്, നമ്മൾ പിയാഷയുമായി ബന്ധപ്പെട്ട് പഠിച്ചതാണ്. വൈഗോട്സ്കി എന്താ പറഞ്ഞത്? വൈഗോട്സ്കി പറഞ്ഞത് ഭാഷ സാമൂഹികവുമായുള്ള ഇടപെടലിൽ നിന്നാണ് ഒരു കുട്ടിയിൽ ഭാഷ എന്ത് ചെയ്യുന്നത്, സാമൂഹികവുമായുള്ള ബന്ധപ്പെടൽ അല്ലെങ്കിൽ സമ്പർക്കത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള വിനിമയത്തിൽ നിന്നാണ് ഭാഷ ഒരു കുട്ടിയിൽ രൂപപ്പെടുന്നതെന്നാണ് ആര് പറഞ്ഞത്? വൈഗോട്സ്കി പറഞ്ഞത്. ഇനി BF സ്കിന്നറിലേക്ക് വരുമ്പം BF സ്കിന്നർ ആണെന്ന് പറഞ്ഞത് ഭാഷയെ വാചിക ചേഷ്ട അല്ലെ വെർബൽ ബിഹേവിയർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സ്കിന്നർ ആണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. ബെഞ്ചമിൻ ബ്ലൂം ടാക്സോണമി നമുക്കറിയാം. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ ഈ ഒരു 4 ചിന്തകരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, വിശദമായി പഠിക്കേണ്ടതുണ്ട്. ഇവിടെ ഭാഷയെ വെർബൽ ബിഹേവിയർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? BF സ്കിന്നർ ആണ് കേട്ടോ. ആരാണ്? BF സ്കിന്നർ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ചോദ്യം പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം BF സ്കിന്നറുടെ മറ്റു ആശയങ്ങൾ എന്തെല്ലാം, മറ്റു തത്വങ്ങൾ എന്തെല്ലാം എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. BF സ്കിന്നറിൽ നിങ്ങൾ ഒതുങ്ങരുത്. ഓപ്ഷൻ എ ജീൻ പിയാഷെയുടെ തത്വങ്ങൾ എന്തൊക്കെയാണ്, പെഡഗോജിയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്താണ്, വൈഗോട്സ്കിയുടെ പ്രധാനപ്പെട്ട ചിന്താധാരകൾ എന്താണ്, ബെഞ്ചമിൻ ബ്ലൂമിൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങൾ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രണം. ഈ ഒരു ചോദ്യം ഇങ്ങനെയാണ് നമ്മൾ ചോദ്യം പഠിക്കേണ്ടത്. കേവലം ചോദ്യവും ആൻസറും പഠിച്ചു പോകാതെ അതിൽ തെറ്റായ ഓപ്ഷനുകൾ എന്ത് ചെയ്യണം, നമ്മൾ ഇഴകീറി പരിശോധിക്കണം. കാരണം നിങ്ങൾക്ക് എക്സാം എടുത്തു നോക്കിയാൽ മുൻവർഷ ചോദ്യങ്ങളിൽ വന്ന തെറ്റായ ഓപ്ഷൻ ഉത്തരമായി വരുന്ന ചോദ്യമായിരിക്കും അടുത്ത എക്സാമിന് ഉണ്ടാവുക. ധാരാളം ഉദാഹരണങ്ങൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തെറ്റായ ഓപ്ഷനുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇഴകീറി പരിശോധിക്കുക. അപ്പോൾ ഈ തരത്തിൽ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ചോദ്യങ്ങൾ പഠിച്ചു പോകേണ്ടത് ഈ തരത്തിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം കേട്ടോ. ഓക്കെ, അടുത്ത 3-ാം ചോദ്യത്തിലേക്ക് പോകാം. എന്താണ്? താഴെ കൊടുത്തവയിൽ വ്യാക്ഷേപക ശബ്ദമില്ലാത്ത വാക്യം ഏത്? താഴെ കൊടുത്തവയിൽ വ്യാക്ഷേപക ശബ്ദമില്ലാത്ത വാക്യം ഏത്? എന്താണ് വ്യാക്ഷേപക? വ്യാക്ഷേപം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു അത്ഭുതമൊക്കെ ആയിട്ട് പറയുമ്പോൾ നമ്മൾ ചിഹ്നങ്ങൾ കൊടുക്കാറുണ്ട്. വ്യാക്ഷേപക ചിഹ്നം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. അത് ചിഹ്നമില്ലാത്ത വാക്യം ഏതെന്നാണ്. വളരെ എളുപ്പമാണ്. നിങ്ങൾ ഈ ഓപ്ഷനിലേക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇതിൽ ഒറ്റയാനായി നിൽക്കുന്ന ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ. നോക്കൂ, ഓപ്ഷൻ ഏതാ? അതെ, വായനയ്ക്ക് അവധിയില്ല. ഓപ്ഷൻ ബി ഏതാ? അയ്യോ, ഞാൻ ഒരിക്കലും കളവ് പറയില്ല. ഓപ്ഷൻ സി വക്രബുദ്ധി തുടരുന്നത് രാമനോടാവോ. ഓപ്ഷൻ ഡി ഏതാ? ഹാ പുഷ്പമേ നിനക്കെന്തു ഭംഗി. ഇതിൽ നോക്കൂ, വ്യാക്ഷേപക ചിഹ്നം അല്ലാത്ത ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഏതാണത്? ഏത് ഓപ്ഷനാണത്? അതെ, വായനയ്ക്ക് അവധിയില്ല. ബാക്കിയുള്ളതിലൊക്കെ വ്യാക്ഷേപക ചിഹ്നങ്ങൾ വന്നിട്ടുണ്ട്. കണ്ട അവിടെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അത് മാത്രമാണ് എന്ത് വ്യാക്ഷേപക ചിഹ്നമല്ലാത്ത വ്യാക്ഷേപക ചിഹ്നമല്ലാത്ത വാക്യത്തിലാണ് ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസറായി വരുന്നത്. കണ്ടില്ലേ, ഇത്തരത്തിൽ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളും കാറ്ററ്റ് എക്സാമുകളിലുണ്ട്. അപ്പോൾ വ്യാക്ഷേപകം എന്നുള്ളതിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, സംശയിച്ച് പോകരുത്. വ്യാക്ഷേപക ചിഹ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ഭുതത്തിനൊക്കെ ആശ്ചര്യത്തിനൊക്കെ ഇടുന്ന ചിഹ്നങ്ങൾക്കാണ് എന്താ പറയുക, വ്യാക്ഷേപക ശബ്ദം എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ ഓപ്ഷൻ എ അതേ വായനയ്ക്ക് അവധിയില്ല എന്നുള്ളതാണ് ഇവിടെ ആൻസർ കേട്ടോ. ഓക്കെ ആണല്ലോ? ഓക്കെ, ശരി, ആൻസർ അതെ, വായനയ്ക്ക് അവധിയില്ല, ഓപ്ഷൻ എ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം നോക്കണേ. ഒരു കവിതാ ഭാഗമാണ് കൊടുത്തിട്ട്, ഒരു കവിതാ വരി കൊടുത്തിട്ട് ഏത് കവിതയിൽ നിന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഹാ വിജഗീഷു മൃത്യുവിൻ നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ. ഹാ വിജഗീഷു മൃത്യുവിൻ നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ. നമ്മളൊക്കെ പലപ്പോഴും കേട്ട ഒരു വരിയാണ്. ഏത് കവിതയിൽ നിന്നാണ് ഈ വരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മകരക്കൊയ്ത്ത്, കണ്ണീർപ്പാടം, കന്നിക്കൊയ്ത്ത്, യുഗപരിവർത്തനം. ഏത് കവിതയിൽ നിന്നാണ്? നിങ്ങൾ ഈ കവിത വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കവിതകളൊക്കെ എഴുതിയത് ആരാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇത് ആരുടെ കവിതകളാണ്? മകരക്കൊയ്ത്ത് ആരുടെ കവിതകളാണ്? യെസ്, മകരക്കൊയ്ത്ത് ആരുടെ കവിത? വൈലോപ്പിള്ളിൻ്റെ കവിതയാണ് അല്ലേ. കണ്ണീർപ്പാടം ആരുതാണ്? വൈലോപ്പിള്ളിയുടേതാണ്. കന്നിക്കൊയ്ത്ത് ആരാണ്? വൈലോപ്പിള്ളിയുടേതാണ്. യുഗപരിവർത്തനം ആരുതാണ്? വൈലോപ്പിള്ളിയുടേതാണ്. അതായത് ഈ 4 ഓപ്ഷനുകൾ ആരുടെ കവിതകളാണ്? വൈലോപ്പിള്ളിയുടെ കവിതകളാണെന്നുള്ള കാര്യം ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ വൈലോപ്പിള്ളിയുടെ ഏതോ ഒരു കവിതയിൽ നിന്നുള്ള വരിയാണ് മുകളിൽ കൊടുത്തത് എന്നുള്ളതിലേക്ക് നമ്മൾ ആദ്യം എത്തണം. ഇനി നമ്മൾ ഈ കവിതകളിൽ ഏത് കവിതയിലാണ് ഈ ഒരു ഭാഗം വരുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തത് കണ്ടുപിടിക്കേണ്ടത്. കാരണം വൈലോപ്പിള്ളിയുടെ കവിതകൾ വായിച്ചവർക്കറിയാം, ഈ വൈലോപ്പിള്ളിയുടെ ഏറ്റവും പ്രശസ്തമായ വരിയാണ് ഇത് അല്ലേ. നമ്മൾ പല പ്രസംഗങ്ങളിലും മറ്റൊക്കെ കോട്ട് ചെയ്യുന്ന ഒരു കവിതാ ഭാഗമാണിത്. ഇത് ഏതെന്നാണ്? യെസ്, ഏത് ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത്? കന്നിക്കൊയ്ത്ത് നാട്ടോ വന്നിരിക്കുന്നത്. വൈലോപ്പിള്ളിയുടെ കന്നിക്കൊയ്ത്തിലെ
വരിയാണിത്. ഹാ വിജഗീഷു മൃത്യുവിന്നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ എന്നുള്ള ഒരു വരി. നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ മകരക്കൊയ്ത്തെടുക്കുക, കണ്ണീർ പാടെടുക്കുക, യുഗപരിവർത്തനം എടുക്കുക. ഇതിലെല്ലാം ആദ്യത്തെ വരിയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് നോക്കി വെക്കണം. പ്രധാനപ്പെട്ട കവികളുടെ വരികൾ കേട്ടറ്റ് എക്സാമുകളിൽ ചിലത് ചോദിക്കാറുണ്ട്. നമുക്കിപ്പം എല്ലാ കവികളെയും മലയാള സാഹിത്യത്തിലെ എല്ലാ കവികളുടെയും കവിതാ വരികൾ പഠിക്കുക എന്നുള്ളത് ഒരിക്കലും സാധ്യമായ കാര്യമല്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ചോദ്യപേപ്പറുകളിൽ വരുമ്പോൾ ആ ചോദ്യപേപ്പറിൽ ഓപ്ഷനിൽ വന്ന തെറ്റായ ഓപ്ഷനുകളിൽ വന്നാൽ ഈ ചോദ്യപേപ്പറുകളിൽ വരുന്ന കവികളുടെയും കൃതികളുടെയും വരികൾ എന്ത് ചെയ്യാം? നിങ്ങൾ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് നമുക്കിതിൽ ചെയ്യാൻ കഴിയുക. മാത്രമല്ല കഴിയുമെങ്കിൽ പ്രധാനപ്പെട്ട കവിതകളുടെ, ഇപ്പോൾ വൈലോപ്പിള്ളിയുടേതാണെങ്കിൽ വൈലോപ്പിള്ളിയുടെ ഒരു 4 പ്രധാനപ്പെട്ട കവിത എടുത്താൽ ആ കവിതയിൽ ആദ്യത്തെ 2 ലൈനെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഈ തരത്തിലാണ് ഈ ഒരു മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഏതെങ്കിലും കവിതാ ഭാഗമോ കവിതാ വരിയോ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് കയ്യിൽ എണ്ണാവുന്ന പ്രധാനപ്പെട്ട കവികളെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക. അപ്പോൾ വൈലോപ്പിള്ളിയൊക്കെ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ കവിയാണ്. അതുപോലെയുള്ള പ്രധാനപ്പെട്ട ആശാൻ, വള്ളത്തോൾ, ഉള്ളൂർ, ഇടശ്ശേരി തുടങ്ങിയിട്ടുള്ള ആധുനിക കവികളുടെ, എനിക്കൊന്ന് ആധുനിക കവികളുടെ വരികളാണ് അധികം ചോദ്യപേപ്പറുകളിൽ ആധുനികതയ്ക്ക് ശേഷമുള്ള 1900ങ്ങൾക്ക് ശേഷമുള്ള കവികളെയാണ് എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പം ആ തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പഠനത്തെ കൊണ്ടുപോകുക എന്നുള്ളത് എന്ത് ചെയ്യുക? പ്രധാനമാണ്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 900ങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചെറുശ്ശേരിയും എഴുത്തച്ഛനും പൂന്താനം ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നോക്കി വെക്കുന്നത് നന്നാവും. അപ്പോൾ ഈ തരത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു ചോദ്യത്തെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഓർക്കട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നോക്കൂ, ആർഭാടപൂർണമായ രംഗപ്രവേശം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? നമ്മൾ ശൈലി പഠിച്ചിട്ടുണ്ട് അല്ലേ? മലയാളത്തിൽ കുറേ ശൈലികളുണ്ട്. ശൈലിയും പഴഞ്ചൊല്ലുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഏതിൽ കാണാം? കേട്ടറ്റ് എക്സാമുകളിൽ കാണാം. ആ മേഖലയിൽ നിന്നുള്ളൊരു ചോദ്യമാണിത്. എന്താ ചോദിച്ചിരിക്കുന്നത്? ആർഭാടപൂർണമായ രംഗപ്രവേശം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? നോക്കൂ, ഓപ്ഷനുകൾ ഏതൊക്കെയാണ്? തിരനോട്ടം, തിരുപ്പുറപ്പാട്, തിരനീക്കിയാട്ടം, ചൊല്ലിയാടുക. ഇതാണ് 4 ഓപ്ഷനുകൾ. ഈ 4 ഓപ്ഷൻ വായിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകത കാണാം. ഇതൊക്കെ എന്താണ്? കഥകളിയിലെ ചടങ്ങുകളാണ് ഇതിലെ. തിരനോട്ടം, തിരുപ്പുറപ്പാട്, തിരനീക്കിയാട്ടം, ചൊല്ലിയാടുക എന്നുള്ളതൊക്കെ എന്താണ്? കഥകളിയിലെ ചടങ്ങുകളാണ്. അപ്പോൾ കഥകളിയിൽ നിങ്ങൾ കഥകളിയുമായി ബന്ധപ്പെട്ടിട്ട് ആ കഥകളിക്ക് അതിൻ്റെ ആർഭാടപൂർണമായ പ്രവേശം ചെയ്യുന്ന ആ ഒരു ചടങ്ങിന് ഏത് പേരാണ് ഉപയോഗിക്കുക? നിങ്ങൾ ഓർത്താൽ മതി. ഏതാണ് ഉപയോഗിക്കുക? തിരുപ്പുറപ്പാട് എന്നാണ് ഉപയോഗിക്കുക. എന്താണ് തിരുപ്പുറപ്പാട് അല്ലേ? കഥകളിക്കാരൻ്റെ ആ ഒരു അദ്ദേഹം രംഗത്തിൽ പ്രവേശിക്കുന്ന ആർഭാടപൂർണമായ രംഗപ്രവേശം എന്ന് പറയാൻ എന്താണ്? തിരുപ്പുറപ്പാട് എന്നാണ് പറയാം. അപ്പോൾ ആ തരത്തിൽ തിരുപ്പുറപ്പാട് എന്നുള്ളത് എന്തിനു ഉപയോഗിക്കാറുണ്ട്? ആർഭാടപൂർണമായ രംഗപ്രവേശം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒരു ശൈലിയാണ് തിരുപ്പുറപ്പാട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി ശൈലികൾ, പ്രധാനപ്പെട്ട മലയാളത്തിലെ ശൈലികൾ എന്ത് ചെയ്യുക? നിങ്ങൾ കഴിയുന്നതും പഠിക്കുക എന്നുള്ളത് പ്രധാനമാണ് കേട്ടോ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം നോക്കൂ, പെഡഗോജി എന്നുള്ള ചോദ്യമാണ്. സഹവർത്തിത പഠന രീതിയുമായി ബന്ധപ്പെട്ട താഴെ നൽകിയ പ്രസ്താവനകളിൽ ശരിയായതേത്? സഹവർത്തിത പഠന രീതിയുമായി. എന്താണ് സഹവർത്തിത പഠന രീതി? സഹവർത്തിതം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളല്ലേ എന്താ പറയുക, പരസ്പരം സഹകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സഹവസിച്ചുകൊണ്ടുള്ള, കുട്ടികൾ തമ്മിൽ സഹവസിച്ചുകൊണ്ടുള്ള രീതിക്കാണ് എന്ത് പറയുക? പഠന രീതിക്കാണ് എന്ത് പറയുക? സഹവർത്തിത പഠന രീതി എന്ന് പറയാം. പരസ്പരം അങ്ങോട്ട് കോർപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള പഠന രീതിയാണ്. ആ പഠന രീതിയിൽ താഴെ നൽകിയ പ്രസ്താവനകൾ ശരിയായത് ഏത് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം, ഓരോ പ്രസ്താവനയും നോക്കാം. ഓപ്ഷൻ എ എന്താണ്? വ്യവഹാരവാദത്തെ അടിസ്ഥാനമാക്കുന്നു. ഒന്നാമത്തെ വ്യവഹാരവാദത്തെ അടിസ്ഥാനമാക്കുന്നു. രണ്ടാമത്തെ എന്താണ്? ആവർത്തനത്തിനും ഓർമ്മിച്ചു പറയുന്നതിനും ഊന്നൽ നൽകുന്നു. മൂന്നാമത്തെ എന്താണ്? പഠന ലക്ഷ്യവും പഠന ചുമതലകളും. അവസാന ഓപ്ഷൻ എന്താണ്? പഠനത്തിൽ സംവാദത്തിന് വർദ്ധിച്ച പ്രാധാന്യം നൽകുന്നു. അപ്പോൾ സഹവർത്തിത പഠന രീതി എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇടപഴകാനും അങ്ങോട്ടും ഇങ്ങോട്ടും കോർപ്പറേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു പഠന രീതിയാണ്. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ 4 നമുക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകാൻ പറ്റുന്ന, വ്യവഹരിക്കാൻ പറ്റുന്ന ഒരു പഠന രീതി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടെത്താം. ഓപ്ഷൻ ഡി ഏതാണ്? പഠനത്തിൽ സംവാദത്തിന് വർദ്ധിച്ച പ്രാധാന്യം നൽകുന്നു. യെസ്, കറക്റ്റാണ് കേട്ടോ. പഠനത്തിൽ സംവാദത്തിന് വർദ്ധിച്ച പ്രാധാന്യം നൽകുന്നു. കാരണം സംവാദത്തിന് പ്രാധാന്യം നൽകുമ്പോഴാണ് എന്ത് ചെയ്യുക? നമുക്ക് ആളുകൾക്ക് പരസ്പരം അങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യാൻ കഴിയും അല്ലേ? അങ്ങനെയാണ് സഹവർത്തിത പഠന രീതി എന്ത് ചെയ്യുക?
കുറെ കൂടി നിലവാരമുള്ളതായി തീരാം. അപ്പോൾ സഹവർത്തിത പഠനരീതിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ത്? സംവാദത്തിന് പ്രാധാന്യം നൽകുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ? പഠനത്തിൽ സംവാദത്തിന് വർദ്ധിച്ച പ്രാധാന്യം നൽകുന്നു. ഇതാണ്. അല്ലാതെ എന്തല്ല വ്യവഹാരവാദത്തെ അടിസ്ഥാനമാക്കുന്നതല്ല ഏത് സഹവർത്തിത പഠന രീതി എന്നുള്ളത്. പിന്നെ ആവർത്തനത്തിന് ഓർമ്മിച്ച് പറയുന്നതിന് ഊന്നൽ നൽകുക, ഇതൊന്നും എന്തില്ല സഹവർത്തിത രീതിയിലില്ല. ഇവിടെ ആൻസർ ഏതാണ്? പഠനത്തിൽ ഓപ്ഷൻ ഡി, പഠനത്തിൽ സംവാദത്തിന് വർദ്ധിച്ച പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് എന്ത് ഇവിടെ ആൻസറായി വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഒരു ആശയത്തിലോ പ്രശ്നത്തിലോ വിഷയങ്ങളെ ബന്ധിപ്പിച്ച് ഒരേ കാലയളവിൽ വ്യത്യസ്ത വിഷയങ്ങളുടെ പീരീഡുകളിലായി പഠിപ്പിക്കുന്ന ഉദ്ഗ്രഥന രീതി ഏതാണെന്നുള്ളതാണ്. ബോധന രീതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പെഡഗോജിയിൽ നിന്നുള്ള ചോദ്യമാണ്. ബോധന രീതിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണിത്. അതായത് ഒരു ആശയത്തിലോ പ്രശ്നത്തിലോ വിഷയങ്ങളെ ബന്ധിപ്പിച്ച് ഒരേ കാലയളവിൽ വ്യത്യസ്ത വിഷയങ്ങളുടെ പീരീഡുകളിൽ ഇങ്ങനെ നീണ്ടിട്ട് അതായത് നമ്മുടെ വിഷയങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്രത്യേക ആശയത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രശ്നത്തിലേക്കോ വിഷയങ്ങളെ ബന്ധിപ്പിക്കുകയും എന്നിട്ട് വ്യത്യസ്ത വിഷയങ്ങളുടെ പീരീഡുകളിൽ എന്ത് ചെയ്യുക, ആ വിഷയം ഇവിടെ ഒരു വിഷയമല്ല, ഒരു ആശയത്തെ എടുത്തിട്ട് ആ ആശയവുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ വിഷയങ്ങളെയും കണക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുക, ആ കാര്യത്തെ നീണ്ട പീരീഡുകൾ വ്യത്യസ്ത വിഷയങ്ങളുടെ പീരീഡുകളിലായിട്ട് പഠിപ്പിക്കുന്ന ഉദ്ഗ്രഥന രീതിയുടെ പേരെന്താണെന്നാണ് എന്ത് ചെയ്യുന്നത് ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എന്താണ്? സംയോജനം. ഓപ്ഷൻ ബി വിഷയാതീത ഉദ്ഗ്രഥനം. ഓപ്ഷൻ സി അന്തർവിഷയാത്മകം. ഓപ്ഷൻ ഡി ബഹുവിഷയാത്മകം. ഇതിലേതാണ്? നമുക്കറിയാം, നിങ്ങൾ ഈ ഒരു ചോദ്യത്തെ ഈ ചോദ്യം ഒന്ന് നിങ്ങൾ കുറച്ചുകൂടി ചിന്തിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. ഒരു ആശയത്തിലോ പ്രശ്നത്തിലോ വിഷയങ്ങളെ ബന്ധിപ്പിക്കുക, അതായത് വ്യത്യസ്ത ബഹുവിഷയങ്ങൾ എന്ത് ചെയ്യുക, ധാരാളം വിഷയങ്ങളെ ഒരു ആശയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന് ചുറ്റുമായിട്ട് നിർത്തുക, പല വിഷയങ്ങളെ അതിന് ചുറ്റുമായി നിർത്തിയിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് പഠിക്കുന്ന പഠനത്തിൻ്റെ പേരെന്താണെന്നാണ് ചുരുക്കത്തിൽ ചോദിച്ചത്. സ്വാഭാവികമായിട്ടും ഈ ഓപ്ഷനുകൾ വായിക്കുമ്പോൾ തന്നെ കിട്ടുന്നത്, വായിക്കുമ്പോൾ തന്നെ ഈ നമ്മൾ പറഞ്ഞ ആശയത്തോട് നിൽക്കുന്ന ഒരു പേരുണ്ട് ഇതിൽ. ഏത് പേരാണത്? സംയോജനമാണോ, വിഷയാതീത ഉദ്ഗ്രഥനാണോ, അന്തർവിഷയാത്മകമാണോ, ബഹുവിഷയാത്മകമാണോ? ഏതാണ്? യെസ്, ബഹുവിഷയാത്മകമാണ് കേട്ടോ. ബഹുവിഷയാത്മകം എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ട് ബഹുവിഷയാത്മകം, വ്യത്യസ്ത വിഷയങ്ങൾ അല്ലേ. അത്തരത്തിലുള്ള പഠനരീതിയാണ് എന്ത് ബഹുവിഷയാത്മക പഠനരീതി എന്നുള്ളത്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ബഹുവിഷയാത്മകം എന്നുള്ള ആൻസറാണ് ഇവിടെ ശരിയായിരിക്കുന്നത്. അന്തർവിഷയാത്മകം എന്ന് പറഞ്ഞാൽ നേരെ ബഹുവിഷയാത്മകത്തിന് ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഒരു വിഷയത്തിൻ്റെ തന്നെ ഉള്ളിലുള്ള കാര്യത്തെ ഘടകങ്ങളാക്കി തിരിച്ചുകൊണ്ടുള്ളതാണ്. വിഷയാതീത ഉദ്ഗ്രഥനം എന്ന് പറഞ്ഞാൽ വിഷയത്തിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങളെ ഉദ്ഗ്രഥിക്കുന്ന പഠന രീതിയാണ്. പിന്നെ സംയോജനം എന്ന് പറഞ്ഞാൽ പരസ്പരം കൂട്ടിക്കലർത്തിക്കൊണ്ടുള്ള ഒരു സംയോജന രീതിയാണ്. അപ്പോൾ ഇത് നമ്മൾ പെഡഗോജിൻ്റെ ഭാഗത്ത് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പെഡഗോജി ഭാഗവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ച് കാണുന്നുണ്ട്. ഈ തരത്തിലുള്ള ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കൂ. ഒരു ആശയത്തിലോ പ്രശ്നത്തിലോ വിഷയങ്ങളെ ഭാഷാ സമഗ്രതാദർശനത്തിന് യോജിച്ച പഠനബോധന സമീപനം ഏതാണ്? ഭാഷാ സമഗ്രതാദർശനത്തിന് യോജിച്ച പഠനബോധന സമീപനം ഏതാണ്? നോക്കൂ. ഒന്ന്, ഓപ്ഷൻ എ ഏതാണ്? ഉരുവിട്ട് പഠിക്കുന്നതിന് അവസരമൊരുക്കുക. ഓപ്ഷൻ ബി, ടീച്ചറുടെ ബോധനത്തിന് പ്രാധാന്യം നൽകുക. ഓപ്ഷൻ സി, സ്വയം പഠനത്തിന് വഴിയൊരുക്കുക. ഓപ്ഷൻ ഡി, ആശയങ്ങൾ ആവർത്തിച്ച് എഴുതുന്നതിന് അവസരം നൽകുക. ഇതിൽ ഏത് സമീപനമാണ്? ഏത് സമഗ്രതാദർശനം, ഭാഷാ സമഗ്രതാദർശനവുമായി യോജിച്ച പഠനബോധന സമീപനം ഏതാണെന്ന് നമ്മോട് ചോദിച്ചിരിക്കുന്നത്? ഏതായിരിക്കും? യെസ്, ഭാഷാ സമഗ്രതാദർശനത്തിന് യോജിച്ച പഠനബോധന സമീപനം ഇതില്ലേ ഏതാണ്? ഓപ്ഷൻ സി, സ്വയം പഠനത്തിന് വഴിയൊരുക്കുക എന്നുള്ളതാണ് എന്ത് ഭാഷാ സമഗ്രതാദർശനവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സമീപനം കേട്ടോ. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഏതാണ്? സ്വയം പഠനത്തിന് വഴിയൊരുക്കുക എന്നുള്ളതാണ് എന്ത് ഈ ഒരു ചോദ്യത്തിന് ആൻസർ. ഓക്കെ, യെസ്, കറക്റ്റ്. അപ്പോൾ ഭാഷാ സമഗ്രതാദർശനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഭാഷയിൽ സമഗ്രമായ ഒരു ആദർശമായി കണ്ടുകൊണ്ട് ഭാഷയെ പഠിക്കുന്ന ഒരു സമീപനമാണ്. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു സമീപനമാണ് ഏത്? സ്വയം പഠനത്തിന്, സ്വയം കുട്ടി പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, സ്വയം പഠനത്തിന് വഴിയൊരുക്കിക്കൊണ്ടുള്ള ഒരു രീതിയാണ് ഇത് ഭാഷാ സമഗ്രതാദർശനത്തിൻ്റെ യോജിച്ച ഒരു സമീപനം എന്നുള്ളത്. അപ്പം ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്.